നമസ്കാരം. എല്ലാവരും ചായ ഒന്നും കുടിച്ചില്ലേ? ഈ ഇരിക്കുന്ന കരാട്ടെ ക്ലാസ്സിന് വോട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ചെറുതല്ലേ. വീട്ടുവിശേഷങ്ങൾ എന്താണ്? വോട്ട് വിശേഷങ്ങൾ എന്താണ്? എങ്ങനെയൊക്കെയുണ്ട് ജീവിതം? ചൂടിപ്പോ ഞങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും രാഷ്ട്രീയത്തിന്റെ ചൂട് അനുഭവിക്കുന്നുണ്ട്, ഇലക്ഷന്റെ ചൂട് അനുഭവിക്കുന്നുണ്ട്, അന്തരീക്ഷത്തിന്റെ ചൂട് അനുഭവിക്കുന്നുണ്ട്, ജീവിതത്തിന്റെ ഉള്ളിലും അനുഭവിക്കുന്നുണ്ട്. അത് പല തലങ്ങളിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ അറിയാം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. നിശ്ചയങ്ങളിലേക്ക് എത്തേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ചർച്ചാ വിഷയങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ഒരുപാട്. അതിനെ സംബന്ധിച്ച് ഇനി തൃശ്ശൂരിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവർ ഏതൊക്കെ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ടതെന്ന് വളരെ ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കണം. എല്ലാ വിഷയങ്ങളും. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പൊള്ളുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പണമിടപാട് കേന്ദ്രങ്ങൾ തന്നെയാണ്. 7% പലിശയ്ക്ക് അതിൽ 4%, 3% സബ്സിഡി ഇനത്തിൽ ഇളവ് ഒക്കെയുള്ള ഒരു കേന്ദ്ര സംവിധാനത്തെ തകിടം മറിക്കാൻ മുൻകൈയെടുത്ത് ഇറങ്ങി പുറപ്പെട്ടതാരാണ്? ആ ദേഹം ഏതൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് 32% പലിശ പിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് മുന്നിട്ടിറങ്ങിയതെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ആ പ്രാതിനിധ്യം അങ്ങ് തുലഞ്ഞു പോയതെന്ന് നിങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുമോ? കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്ക് ലാഭകരമായിരുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതുവഴി നിയമിതനായ ഒരാൾ നിങ്ങൾക്ക് ഗുണപ്പെട്ടോ? ആള് മാറിയപ്പോൾ തന്നെ വ്യക്തമായില്ലേ? പക്ഷെ അങ്ങനെ ആള് മാറി വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച രാഷ്ട്രീയ കക്ഷിക്ക് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ വലിയ വീഴ്ച വന്നു. കാരണം 19 എണ്ണമാണ് ഇവിടെ നിന്ന് പോയത്. അവർക്ക് എന്ത് സാധിച്ചു? നിങ്ങൾ 2004 മുതൽ 2014 വരെയുള്ള അവരുടെ തന്നെ കൂട്ടുകക്ഷി നടത്തിയ ഭരണത്തിന്റെ നൈപുണ്യം എത്രയാണെന്ന് നടക്കണം. 10 വർഷമാണ് ഭരിച്ചത്. കേരളത്തിൽ നിന്ന് 7-8 മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. 2009 മുതൽ 14 വരെയും ഏതാണ്ട് 7 മന്ത്രിമാരുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിമാർ. അവരെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യങ്ങളാണ് ഒരാളെ പോലും നൽകാത്ത കേരളത്തിന്. കൊല്ലം ബൈപ്പാസ് ആയാലും ശരി തന്നെ, ആലപ്പുഴ ബൈപ്പാസ് ആയാലും ശരി തന്നെ, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കണ്ടെത്തൽ ഭരണ നൈപുണ്യം കൊണ്ട് നമുക്ക് കേരളത്തെ മറ്റ് പല വ്യാവസായിക ആവശ്യങ്ങൾക്കും നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പണം തിരിച്ചു പിടിക്കാനുള്ള ആവശ്യങ്ങൾക്കായി കേരളത്തെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് മുഴുവൻ വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 78 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഈ ദേശീയപാത വികസനത്തിന്റെ നല്ല വശങ്ങൾ മുഴുവൻ കാണാൻ തുടങ്ങിയത്. ഇനി 2 വർഷം കൊണ്ട് അനുഭവിക്കാനും പോകുന്നു. ഇതൊക്കെ സാധ്യമാക്കി തരുന്ന അടുത്ത തലമുറയ്ക്ക് ഏതാണ്ട് 25-30 വർഷത്തേക്കുള്ള വികസനത്തിന്റെ ഒരു ശക്തമായ അടിത്തറയാണ് പാകിപ്പോകുന്നതെന്ന് കേരളീയർ മനസ്സിലാക്കും. പക്ഷെ നിങ്ങളുടെ ആ മനസ്സിലാക്കലിന് അത് ഫലവത്തായ നിങ്ങളുടെ വോട്ടിങ്ങിലെ പുതിയ മാറ്റത്തിന്റെ തീരുമാനത്തിലേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ പുകമറയിട്ട് മൂടി മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഷിഷം എന്നൊക്കെ പറയും, ഫാഷിഷം എന്നൊക്കെ പറയും. ഇത് നിങ്ങളുടെ ചിന്തയെ വഴിതെറ്റിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാരണവശാലും ഇതൊന്നുമല്ല വിഷയം.
മണിപ്പൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം ചോദിക്കേണ്ടത് പൂഞ്ഞാറുണ്ട്. ജോസഫ് മാഷിനെയും നമ്മൾ ഓർക്കണം. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ അവസ്ഥ കേരളത്തിലെ ഓരോ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുള്ള ഓരോ കുടുംബത്തിന്റെയും വ്യാകുലതയായിരിക്കും. അഭിമന്യുവിനെ നമ്മൾ ഓർക്കണം. ഭരണത്തിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ ഭരണത്തിന്റെ കാടത്തമാണ് കഴിഞ്ഞ ഏതാണ്ട് 7-7.5 വർഷമായിട്ട് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. 2026 വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിന് മുമ്പൊരു തീരുമാനമുണ്ടാകണം. 2024 ആ വിഷയത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പാകത്തിൽ നിങ്ങൾ മാറ്റത്തിന്റെ വോട്ട് ഇത്തവണ ചെയ്താൽ അത് അവർക്ക് വലിയ ഒരു ശിക്ഷയായിരിക്കും നൽകുന്നത്. ആ ശിക്ഷ നൽകാനുള്ള വോട്ട് നിങ്ങൾ ഏപ്രിൽ 26-ാം തീയതി ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ്, രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്കാണ്, അനിഷ്ടങ്ങൾക്കാണ്, രാഷ്ട്രീയ വൈരം കാണും, വെറുപ്പ് കാണും, അറപ്പ് കാണും. പക്ഷേ വോട്ടെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയ ഇഷ്ടത്തിനും അനിഷ്ടത്തിനുമല്ല, രാഷ്ട്രത്തിന് വേണ്ടിയായിരിക്കും. രാഷ്ട്രത്തിന് ഉതകുന്ന വോട്ട് നിങ്ങൾ ചെയ്യണം. ആ രാഷ്ട്രത്തിന്റെ വിജയത്തിൽ, ആ വിജയത്തിന്റെ എല്ലാ അംശങ്ങളും, എല്ലാ നല്ല അംശങ്ങളും നിങ്ങളുടെ ഓരോ കുടുംബത്തിലേക്കും കൊണ്ടുവരുന്ന തരത്തിൽ യോഗ്യനായ ഒരാളെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നതാണ് രാഷ്ട്ര പ്രബുദ്ധത. അത് കേരളത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഇനി ഉണ്ടാവണം എന്നാണ്. ഒരു രാഷ്ട്രീയ അടിമത്തത്തിനും നിങ്ങളുടെ വോട്ട് കൊണ്ടു ചെന്ന് അടിയറവ് വയ്ക്കരുത്. അപേക്ഷ നിങ്ങൾ കഴിഞ്ഞ 10 വർഷം അവലോകനം ചെയ്യുക. അത് ഫലവത്തായ ഒരു തീരുമാനമായില്ല എന്ന് കുറ്റബോധമുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം. ഏപ്രിൽ 26-ാം തീയതി അതിനുള്ള ഉയർപ്പിനുള്ള മുദ്ര നിങ്ങൾ ചാർത്തണം. താമര ചിഹ്നത്തിൽ തന്നെ നിങ്ങളുടെ മുദ്ര ചാർത്തി ആ തീരുമാനം കുറിക്കണം. അതിന് ദേശം മുഴുവൻ ആഘോഷിക്കുന്ന കേരളത്തിന്റെ മാറ്റത്തിന്റെ വോട്ട് എന്ന് പറയുന്ന ഉത്സവം ജൂൺ 4-ാം തീയതി കൊട്ടിഘോഷത്തോടെ ഈ രാജ്യം മുഴുവൻ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കാൻ പാകത്തിൽ നിങ്ങളുടെ മാറ്റത്തിന്റെ വോട്ട് രേഖപ്പെടുത്തണം. രാഷ്ട്രീയ ഇഷ്ടത്തിന് വേണ്ടി വോട്ട് ചെയ്യരുത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യരുത്. ഇത്തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ വാക്ക് തരുന്നു, നിങ്ങളെ വഞ്ചിക്കില്ല, നിങ്ങളെ ചതിക്കില്ല, നിങ്ങളുടെ ഒരു സ്വത്തുവകകളും പിടിച്ചു പറിക്കുന്ന ഒരു സമ്പ്രദായത്തിനും കൂട്ടുനിൽക്കില്ല. മതപ്രീണനം അവസാനത്തെ വാക്ക് പോലുമായിരിക്കില്ല. അതെന്റെ രാഷ്ട്രീയ ജീവിതത്തിലും എന്റെ പ്രവർത്തന മേഖലയിലും എന്റെ സ്വകാര്യ കുടുംബ ജീവിതത്തിൽ പോലും മതപ്രീണനം ഉണ്ടാവില്ല. പ്രീണനമുണ്ടാവും. അത് അടിത്തട്ട് വർഗത്തിന് വേണ്ടിയും ഇടത്തട്ട് വർഗത്തിന് വേണ്ടിയും മാത്രമുള്ള പ്രീണനമായി.